അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിനോദങ്ങൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഘടകമാണ്. കായിക വിനോദങ്ങൾ മുതൽ നമ്മുടെ ആരോഗ്യവും അതേപോലെ ഒഴിവ് സമയങ്ങളും അപഹരിക്കുന്ന മൊബൈൽ ഗെയിമുകൾ വരെ വിനോദങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ വിനോദങ്ങളോട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഏത് രൂപത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതേപോലെ അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ജീവിതം എന്നത് അടിസ്ഥാനപരമായി പരിപൂർണമായ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വദറുല്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വൻ, നിങ്ങളുടെ മതത്തെ കളിയും തമാശയുമാക്കി മാറ്റിയ ആളുകളെ നിങ്ങൾ വിട്ടേക്കുക. അതേപോലെ ജീവിതത്തിൽ വഅറത്തുഹുമുൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതം കണ്ട് വഞ്ചിതരായ ആളുകളെയും ഒഴിവാക്കുക എന്നതാണ് ഖുർആൻ നൽകുന്ന പാഠം. ഈ ഒരു അടിസ്ഥാനപരമായ പാഠത്തിൽ നിന്നുകൊണ്ട് വേണം വിനോദത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നാമതായി നമ്മൾ ഏർപ്പെടുന്ന വിനോദങ്ങൾ നമുക്കോ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്കോ പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ്. പല വിനോദങ്ങളും നമുക്കറിയാം, അത് ഏർപ്പെടുന്നവർക്കോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുന്നവയാണ്. രണ്ടാമതായി, നമ്മൾ ഏർപ്പെടുന്ന വിനോദങ്ങൾ ഒരിക്കലും തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക്, ഏതെങ്കിലും ഒരു ഹറാമിലേക്ക് നമ്മെ നയിക്കാൻ പാടില്ല. പല വിനോദങ്ങളും അങ്ങനെയാണ്. പല വിനോദങ്ങളും ആരംഭത്തിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ലെങ്കിലും പലപ്പോഴും നമ്മൾ അതിലേക്ക് മുഴുകുന്ന അവസരത്തിൽ പല ഹറാമുകളിലും എത്തിച്ചേരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഏർപ്പെടുന്ന വിനോദങ്ങൾ ഹറാമുമായി കൂടിക്കലരാത്തതാവണം. ചിലത് ഹറാമിലേക്ക് നയിക്കുന്നുവെങ്കിൽ ചിലത് ഹറാമുമായി കൂടിക്കലരുന്ന വിനോദങ്ങളായിരിക്കും. ആ വിനോദത്തിൻ്റെ അന്തസത്തയിൽ തന്നെ ഏതെങ്കിലും ഒരു ഹറാമ് അതിൽ അന്തർലീനമായിട്ടുണ്ടാകും. അത്തരം വിനോദങ്ങളും ഇസ്ലാമികമായി നിഷിദ്ധമാണ്. മറ്റൊന്ന്, നമുക്കറിയാം, വിനോദത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിനും സൗഖ്യത്തിനും മാനസികമായ മടുപ്പുകളിൽ നിന്ന് മോചനം നേടുവാനും വേണ്ടിയാവണം. അല്ലാതെ മറ്റേതെങ്കിലും ലക്ഷ്യവുമായിക്കൊണ്ട് ഭൗതികമായ പ്രശസ്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരുദ്ദേശമോ ഉള്ളിൽ വെച്ചുകൊണ്ട് വിനോദങ്ങളെ സമീപിക്കുവാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മറ്റൊന്ന്, നമുക്കറിയാം, വിനോദം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അമിതമാവാൻ പാടില്ല. മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒത്തുവരുന്നതാണെങ്കിൽ പോലും വിനോദം അനുവദനീയമാണ്. ഇസ്ലാം കായിക വിനോദങ്ങളെ അമ്പെയ്ത്ത് പോലെ നീന്തൽ പോലെയുള്ളവയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംസാരം പോലെ, ഭക്ഷണം പോലെ, പാനീയം പോലെ അനുവദനീയമാണെങ്കിലും മേൽപ്പറഞ്ഞ ഘടകങ്ങൾ പോലെ അമിതമാവുമ്പോൾ അപകടകരം തന്നെയാണ്. മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അനുവദനീയമായ വിനോദങ്ങൾ പോലും ഏതെങ്കിലും ഒരു പുണ്യകർമ്മത്തിൽ നിന്ന് നമ്മെ തടുത്തു നിർത്തുന്നുവെങ്കിൽ അത് മക്റൂഹായി മാറുകയും അതേസമയം ഫർളായ ഒരു വിഷയത്തിൽ നിന്ന് മേൽപ്പറഞ്ഞ വിനോദങ്ങൾ നമ്മെ മുടക്കുന്നുവെങ്കിൽ തീർച്ചയായും അത്തരം വിനോദങ്ങൾ ഹറാമുമായി മാറുന്നുണ്ട്. മേൽപ്പറഞ്ഞ അധ്യാപനങ്ങളോടുകൂടി, മേൽപ്പറഞ്ഞ ബോധ്യത്തോടു കൂടിയായിരിക്കണം ഓരോ മുസ്ലിമും വിനോദങ്ങളെ സമീപിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഒരു മനസ്സോടുകൂടി വിനോദങ്ങളെ ഉൾക്കൊള്ളുവാനും സമീപിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.